എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഈ ക്ഷേത്രം ഏതാണെന്ന് ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. ഇതാണ് നമ്മുടെ ചെട്ടുകുളങ്ങര ദേവീക്ഷേത്രം. ഇവിടെ ഉച്ചയ്ക്ക് ഞാൻ വന്ന് അമ്പലത്തിൽ തൊഴുതിട്ട് വെളിയിലോട്ടിറങ്ങി ഒരു വീഡിയോ എടുത്ത് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടി. എന്തിനാണെന്നറിയാവോ? ഇവിടെ ഇന്നൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇന്ന് എന്ന് പറഞ്ഞാൽ മെയ് 23 ശനിയാഴ്ച. ഇന്ന് രാവിലെ 9:30 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് പ്രോഗ്രാം. ഒറ്റ ദിവസത്തേ ഉള്ളൂ. എനിക്കിത് ഇന്ന് പോസ്റ്റ് ചെയ്യാനൊക്കത്തില്ല, അതുകൊണ്ടാണ് ഇത്രയൊക്കെ വിശദീകരണം ഞാൻ പറയുന്നത്. കാരണം ഇന്ന് പോസ്റ്റ് ചെയ്യാനൊക്കാത്ത കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ ശനിയാഴ്ച ബുധനാഴ്ച ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ വേറൊരു വീഡിയോ ശരിക്കും വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് സമയം ഒത്തിരി ആവുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നിത് വെക്കാതെ ബുധനാഴ്ചത്തേക്ക് വെച്ചേക്കുന്നത്. ബുധനാഴ്ച നമുക്ക് ഈ വീഡിയോ കാണാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ISROയുടെ ഒരു ചെറിയ എക്സിബിഷനാണ് നടക്കുന്നത്. എനിക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ ഒത്തിരി ഇതുപോലെ ഇതുപോലെ സ്ലൈഡ് പോസ്റ്ററുകൾ ഒരുപാട് വെച്ചിട്ടുണ്ട്. അതെല്ലാം കാണുന്നുണ്ട്. അതിനകത്ത് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. എനിക്ക് പക്ഷേ ഇതൊന്നും അല്ല ഇഷ്ടപ്പെട്ടത്. സംഗതി വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു. ആർക്കും നല്ല പ്രത്യേകിച്ച് കുട്ടികൾക്ക് തന്നെ കാണാൻ പറ്റിയ പ്രോഗ്രാമായിരുന്നു. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്ന കുട്ടികൾക്കാണ് പറയാൻ കാര്യം. ഇവിടെ വന്നപ്പം എനിക്ക് കാണാൻ കഴിഞ്ഞ കുറച്ച് കുട്ടികൾ ഇവിടെ ഇത് 1-2 ദിവസത്തെ ട്രെയിനിങ് കൊടുത്താണ് ഇതിനെക്കുറിച്ച് ഓരോ കാര്യത്തെക്കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്. ഓരോ കുട്ടികൾക്ക് 1-2-3 ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി. ആ കുട്ടികൾ പറയുന്ന പ്രസൻറ്റ് ചെയ്യുന്ന ഓരോ സാധനങ്ങളും പ്രസൻറ്റ് ചെയ്യുന്നതുണ്ടല്ലോ, അത് പല സ്കൂളുകളിലെ കുട്ടികൾ എൻ്റെ 5ാം ക്ലാസ് മുതൽ തോന്നുന്നു എനിക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ സാധിച്ച 5ാം ക്ലാസ് 6ാം ക്ലാസ് മുതൽ 11ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ഇതിന് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്. അവരുടെ പ്രസൻറ്റേഷൻ വളരെ ഗംഭീരം, ഒരു രക്ഷയില്ലാത്ത പ്രസൻറ്റേഷൻ. എന്ന് വെച്ചാൽ 1-2 ദിവസം കൊണ്ട് ഇത്രയും സാധനങ്ങളെക്കുറിച്ച് പഠിക്കുക, അത് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഡൗട്ട് ചോദിച്ചാൽ പോലും അവർക്കത് ക്ലിയർ ചെയ്ത് തരാൻ പറ്റത്തില്ല. മനസ്സിലാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കഴിവ് തന്നെയാണ്. നമ്മുടെ ഇടയിൽ ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളുണ്ടെന്ന കാര്യം പോലും ഇപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇടുക്കൽ പിള്ളേർ ഫുൾ A+ വാങ്ങിച്ചു എന്നൊക്കെ പറയുന്ന പിള്ളേരൊക്കെ ഉണ്ടാകും. പക്ഷേ അതൊന്നും അല്ല കാര്യം. ഫുൾ A+ലൊന്നും അല്ല കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഇത്രയും പറയാനൊക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു സിദ്ധി തന്നെ പിള്ളേരുടെ. നമ്മുടെയൊക്കെ കുട്ടികളെ നമുക്കിതുപോലെ ട്രെയിൻ ചെയ്യിച്ചെടുക്കാനൊക്കും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുകയെന്ന് പറഞ്ഞത്. അവരൊക്കെ ഇതൊക്കെ വന്ന് കണ്ടിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതുപോലൊക്കെ പോകണം, അവർക്ക് ഇതുപോലൊക്കെ പറയണമെന്നും പറഞ്ഞു കൊടുക്കണമെന്നൊക്കെ തോന്നൽ അവർക്കും വന്നേന്. ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നമ്മൾ സ്കൂളുകളിലോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും സംഘടനകളോ നടത്തിയാൽ കുട്ടികളെ കൊണ്ട് കാണിക്കാൻ പറ്റിയാൽ വളരെ നല്ലതായിരിക്കും. ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്കിനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും ആ കുട്ടികളൊക്കെ ഒന്ന് പറയുന്നൊക്കെ ഒന്ന് നേരിട്ട് കെട്ടിത്തരാം. ആദ്യം നമുക്ക് ഇതെല്ലാം കണ്ടുവരാം. അതിനുശേഷം കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നേരിട്ടൊന്ന് കാണാം. അപ്പം നമുക്കിനി അങ്ങ് കണ്ടു നോക്കിയാലോ. എല്ലാവരും ഈ വീഡിയോ ഒന്ന് മിസ്സാക്കാതെ കാണുക, ഫുള്ളായിട്ട് കാണുക. സമയം കൂടുതലുണ്ട്, എന്നാലും മിസ്സാക്കാതെ കാണുക. നമ്മൾ കണ്ടാൽ മാത്രം പോരാ, ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് നമ്മുടെ കുട്ടികളെ കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അവർക്ക് ഇതൊക്കെ ഇതുപോലൊക്കെ ആകാനുള്ള പ്രോത്സാഹനം അവർക്ക് കൊടുക്കുക. അവരെ കുറ്റപ്പെടുത്തുകയല്ല, അവർക്ക് ചെയ്യാനുള്ള പ്രോത്സാഹനം നമ്മളും വിചാരിച്ചാൽ നമുക്ക് ഇതുപോലെ ചെയ്യാനൊക്കും എന്ന് കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ അവരും ഇതുപോലെ നമ്മുടെ പിള്ളേരൊക്കെ ഇതുപോലെ മിടുക്കരായിട്ട് വരും. ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ലഹരിക്ക് അടിമയാകുന്നു, ഇതെന്നൊക്കെ പറയും. പക്ഷേ അതൊന്നും വരത്തില്ല. ഇതിനകത്തൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്ന് കാണിക്കുകയും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുകയും അവർക്ക് അതിനുള്ള പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്താൽ അതിൻ്റെ കൂടെ പോകും. അവർക്ക് ഇഷ്ടം വരും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ നമ്മൾ രക്ഷകർത്താക്കളായാലും സ്കൂളിലെ അധ്യാപകരായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിള്ളേർക്ക് പ്രത്യേകം പറഞ്ഞു കൊടുക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം.
ഇത് സ്ട്രോസ് സാറ്റലൈറ്റിനെ സ്പേസ് വെച്ചിട്ടുണ്ട്. ഇതൊരു എക്സ്പെരിമെന്റൽ റോക്കറ്റാണ്. ഇതിന് 150 കിലോഗ്രാം വരെ ഭാരമുള്ള സാറ്റലൈറ്റുകളെ സ്പേസ് എത്തിക്കാനുള്ള കഴിവുണ്ട്. ഇവിടെ പഠിക്കുന്നതാണോ? നമ്മളിവിടെ പഠിക്കുന്നത് ഇവിടെയാണോ പഠിക്കുന്നത്? പിന്നെ എവിടെ പഠിക്കുന്നത്? എവിടെ? അവിടുത്തെ എല്ലാ സ്റ്റുഡൻസും അവിടുത്തെയാണോ? ഇവിടെ നിൽക്കുന്നതെല്ലാം പല സ്കൂളിൽ നിന്ന് സെലക്ട് ചെയ്ത് വിടുന്നതാ? സ്കൂളിൽ സെലക്ട് ചെയ്ത് വിടും. നേരത്തെ കാലത്ത് കുറച്ചുകൂടെ ഓൾഡർ മോഡൽസാണ്. അതൊക്കെ സാർ അബ്ദുൽ കലാമിൻ്റെ പ്രോജക്റ്റാണ് ഇറക്കിയതാണ്. അത് കൂടുതൽ എക്സ്പെരിമെൻറ്റിലായിരുന്നു. അതിനെക്കാളും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ് PSLV, പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ് കിട്ടിയത്. അതിന് മേജർ ഡ്രോബാക്ക് എന്ന് പറയുന്നത് നേരത്തെ മേജർ ഡ്രോബാക്ക് അതിന് 40 to 150 കിലോ വരെ അത് അത്രയും കപ്പാസിറ്റി ഉള്ളതാണ്. പക്ഷേ ഇതിൽ വരുമ്പോൾ 1500 കിലോ വരെ നമുക്ക് ഇതിലേക്ക് കപ്പാസിറ്റി വരുന്നുണ്ട്. ഇതിൻ്റെ സ്റ്റാഫ് ഓൾസോ ഇതിൻ്റെ സ്റ്റാഫ് ഓൾസോ പിന്നെ ഇതിൻ്റെ ചിപ്സിനെ എല്ലാതും നമുക്ക് സോൾഡ് ഫ്യൂർ ഉപയോഗിക്കും. സോൾഡ് ഫ്യൂർ അലുമിനിയം ചെറി ക്ലോറൈറ്റും അലുമിനിയം പൗഡറുമാണ് നമ്മുടെ സോൾഡ് ഫ്യൂറായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഡിസൈൻ ചെയ്തതാണ്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്. ഈ സെക്കൻഡ് സ്റ്റേജും തേർഡ് സ്റ്റേജും നമ്മുടെ മുന്നിൽ വെച്ചാൽ വ്യത്യാസമായി പോകും. ഈ തേർഡ് സ്റ്റേജ് ആയിട്ടുള്ള ഈ സ്റ്റേജ് മാത്രമേ നമ്മുടെ സ്പേസിൽ പോകുള്ളൂ. ഇത് ഏകദേശം 100ഓളം മിഷൻ കംപ്ലീറ്റ് സക്സസ്ഫുൾ ആയിരുന്നു. ഇത് 1993 സെപ്റ്റംബർ 20 IRS-1 എന്ന് പറഞ്ഞ സാറ്റലൈറ്റാണ് നിശ്ചയിച്ചത്. ഏകദേശം 4,000 ഇന്ത്യ നിശ്ചയിച്ചതാണ്. അപ്പം അത് നിശ്ചയിച്ചാണ്. ഇതിനെ കുറച്ചുകൂടി കൂടുതൽ മോഡലാണ് നോക്കിയതാണ് GSLV, സാറ്റലൈറ്റ് ലോഞ്ച് സ്റ്റേഷനാണ് ഇതിൻ്റെ പേര്. ഇതിനും സെയിം കാര്യം തന്നെ, ലിക്വിഡ് ഫ്യൂലും സോളിഡ് ഫ്യൂലും അതേപോലെ ഇതിൻ്റെ ക്രയോജനിക് ഫ്യൂൽ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത ക്രയോജനിക് ഫ്യൂൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൈഡ്രജനും ഓക്സിജനും -180°C ആക്കിയിട്ടുണ്ട്. അത് ഓക്സിജൻ ലിക്വിഡായിട്ട് മാറും. അതേ ലിക്വിഡ് നമുക്ക് സ്പേസിലേക്ക് ചെല്ലുമ്പോൾ ഈ ഹൈഡ്രജനും ഓക്സിജൻ തമ്മിൽ ഓക്സിഡൈസറായിട്ട് ഉപയോഗിച്ച് അവിടെ ചെന്ന് കമ്പ്യൂട്ടർ നടക്കും. ഇത് ഏകദേശം 3700 കിലോഗ്രാം കപ്പാസിറ്റി. അതിൻ്റെ സ്കൂളിലെയാ? ഞാൻ ചോദിച്ചിട്ട് എവിടെ? BSc നമ്മള് മോനെ അവര് ട്രെയിനിങ് തന്നാണ് പറഞ്ഞാല്. ഇവിടെ വന്ന് ട്രെയിനിങ് തന്ന പറഞ്ഞ് ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞാന്ന് പഠിപ്പിച്ചു വിട്ടതാ. സോളിഡ് ഫ്യൂൽഡ് ആയിട്ടുള്ള സ്റ്റാഫോൺസ്. ഇതിന് കൂടെ ഒരു 200 ടൺ അരി ഇതിന്റെ രണ്ടിനെ മാത്രമായിട്ട് വരുന്നുണ്ട്. ഇത് ഇതിന്റെ ലോങ് പാർട്ടാണ്. ഇത് ലിക്വിഡ് ഫ്യൂലാണ്. ഇത് 110 ടൺ ആയിരിക്കും ഇതിന്റെ ലിക്വിഡ്. ക്രയോജനിക് ഫ്യൂലാണ്. ഇവിടെ 25 ടൺ. വിക്ഷേപിക്കാണ്ട് ഈ റോക്കറ്റ് വിക്ഷേപിക്കാണ്ട് ഇതാണ് ഇതിന്റെ ഫസ്റ്റ് പാർട്ട്. ഇത് സെക്കൻഡ് പാർട്ട്, ഇത് തേർഡ് പാർട്ട്. ഇത് വെന്റഡ് ഇൻട്രസ്റ്റഡ് സ്റ്റേജ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ഇത്രയും പോർഷന് വെന്റഡ് ഇൻട്രസ്റ്റേജ് എന്ന് പറയും. ഇത് ഇതിന്റെ ടെർമിനൽ സ്റ്റേജ് ആണ്. ഈ ഒരു പോർഷൻ ഏകദേശം 120 ടൺ ഭാരമുള്ള സാറ്റലൈറ്റിനെ ഈ ഒരു റോക്കറ്റ് ലോഡ് ചെയ്തിരുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ അത് ഓപ്പണാണ്. ഓപ്പണായിട്ട് ഇത് തന്നെയല്ലേ അത്? ഇതാണ് ഇത്. നീ ഇതിനെക്കുറിച്ച് പറഞ്ഞേക്കാം. ഇതിന്റെ പേര് വികാസ്. ഇസ്രോ രൂപകൽപ്പന ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു എഞ്ചിനാണിത്. ഇത് സർ വിക്രം സാരാഭായ്, ദ ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് പ്രോഗ്രാം, അദ്ദേഹത്തിന്റെ ഒരു ബഹുമാനാർത്ഥം അങ്ങനെ അദ്ദേഹത്തിന്റെ പേരിന്റെ ഇനിഷ്യൽസ് വെച്ചിട്ട് നെയിം ചെയ്ത ഒരു എഞ്ചിനാണിത്. നെയിം വെച്ചാൽ ഇതിന് ടാങ്കേഴ്സ് ഉണ്ട്. ഫ്യൂവലും ഓക്സിഡൈസേഴ്സും വരാനുള്ള ടാങ്കേഴ്സ് ഉണ്ട്. ഇതുവഴി ഫ്യൂല് വരും.
ഫ്യൂവൽ എന്ന് പറയുന്നത് ഇതിൻ്റെ അത് ഉപയോഗിച്ചിരിക്കുന്ന ഫ്യൂവൽ എന്ന് വെച്ചാൽ യൂറിയം വെച്ചാണ്. ഓക്സിഡൈസേഴ്സ് ഇതുവഴിയായിരിക്കും വരുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓക്സിഡൈസർ നൈട്രജൻ ടെട്രോക്സൈഡ് ആണ്. ഇത് രണ്ടും കൂടി ഇതുവഴി വന്ന് കംപ്രഷൻ ടേബിളിൽ ഇത് രണ്ടും കൂടി കോണ്ടാക്ട് ആവുമ്പോഴേക്കും കംപ്രഷൻ നടക്കും. അപ്പോഴേക്കും ഗ്യാസസും ഫയറും ഒക്കെ പ്രൊപ്പല് ഇതിൻ്റെ താഴെ കൂടി പ്രൊപ്പല് ചെയ്യും. ഇതാണ് ഇതിന് മെയിനായിട്ടുള്ളൊരു വർക്കിംഗ് മോഡൽ. ഇത് PS4 എന്ന് പറയും. PS4 എഞ്ചിന് ഇത് വരുന്നതാണ് PSLV റോക്കറ്റിന്റെ ഫൈനൽ സ്റ്റേജിൽ ഏറ്റവും മുകളിലത്തെ സ്റ്റേജിൽ ഉപയോഗിച്ചിരിക്കുന്ന എഞ്ചിനാണ്. ഇതിൽ ഫ്യൂവലും ഓക്സിഡൈസേഴ്സും രണ്ടും ഇതിൽ കാണപ്പെടുന്നുണ്ട്. ഫ്യൂവലെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫ്യൂവല് FSH ആണ്, മോണോഥീനൈൽ ഹൈഡ്രോക്സൈഡ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഓക്സിഡൈസർ നൈട്രജൻ ടെട്രോക്സൈഡ് ആണ്. ഇത് രണ്ടും കൂടി വന്നിട്ട് കംപ്രഷൻ ചേമ്പറിൽ ഇതുപോലെ തന്നെ കംപ്രഷൻ നടക്കുകയും ഈ ഗ്യാസസും ഫയറും ഒക്കെ എക്സ്പ്ലോഡ് ആവുകയും ചെയ്യും. ഇതിലേക്കുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് നോർമൽ മെഷീൻസ് കൊണ്ട് ഉണ്ടാക്കിയിരുന്നതാണ്. അപ്പോൾ ഇത് മെൽറ്റ് ആവാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. ഈ ഫയറും ഗ്യാസസും ഒക്കെ താത്താറുള്ള അത് കുറച്ചുകൂടെ കുറവായിരിക്കും. അപ്പം ഇത് നിർമ്മിച്ചപ്പോഴേക്ക് CC കോമ്പോസിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കോമ്പൗണ്ട് ഇതിനകത്ത് കോട്ട് ചെയ്തു. അപ്പം ഈ മെൽറ്റിങ്ങിൽ അത് പ്രിവെന്റ് ചെയ്യുമ്പോഴേക്കും മെൽറ്റ് ആയി പോകാനുള്ള സാധ്യത കുറച്ചുകൂടെ കുറയും. ഇതിന്റെ പേര് ക്രയോജനിക് എഞ്ചിൻ ആണ്. ക്രയോജനിക് ഇത് മെയിനായിട്ട് ഇത് ഫങ്ഷൻ ചെയ്യുന്നത് ക്രയോജനിക് ഫ്യൂവൽസ് യൂസ് ചെയ്തിട്ടാണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നത്. ക്രയോജനിക് ഫ്യൂവൽസ് എന്താണെന്ന് വെച്ചാൽ ഈ ഗ്യാസസ് ഹൈഡ്രജൻ ഓക്സിജൻ എന്നൊക്കെ പറയുന്ന ഗ്യാസസ് നമ്മൾ കംപ്രസ് ചെയ്ത് ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലും കൂടി കടത്തിയിട്ട് കംപ്രസ് ചെയ്ത് ലിക്വിഡ് ഹൈഡ്രജനും ലിക്വിഡ് ഓക്സിജനും ആക്കും. ആ ഹൈഡ്രജനും ഓക്സിജനും സ്റ്റോർ ചെയ്ത് അത് യൂസ് ചെയ്തിട്ടാണ് ഫ്യൂവൽ പ്രവർത്തിക്കുന്നത്. ഈ ഹൈഡ്രജൻ ഓക്സിജൻ ലിക്വിഫൈ ചെയ്യുന്നത് കാരണം ഇതിന്റെ എഫിഷ്യൻസി കുറച്ചുകൂടെ കൂടും. അത് നമ്മളുടെ സ്പീഡ് കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യും. അത് മാത്രമല്ല ഇത് എഫിഷ്യൻസി കൂടുമ്പോൾ നമുക്കറിയാലോ ഈ ഗുണം കൂടുമ്പം നമുക്ക് നഷ്ടവും അതുപോലെ പൈസ അങ്ങനെ ചിലവാണ്. അതുപോലെ ഇത് ഈ എക്സ്പെൻസ് ഇതിന് ഏറെ കൂടുതലാണ്. ഈ രണ്ട് എത്തിച്ചിട്ട് അപേക്ഷിച്ച് ഏറെ എക്സ്പെൻസീവാണ്. അത് മാത്രമല്ല ഇത് ലോകത്തിൽ 6 രാജ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. റഷ്യയാണ് ആദ്യമായിട്ട് ഇത് ഡിസൈൻ ചെയ്തത്. പിന്നെ അമേരിക്ക, ചൈന, ഇതൊക്കെ ലാസ്റ്റായിട്ട് ഇന്ത്യയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. GSLV Mark 1, GSLV Mark 2, GSLV Mark 3 ഇതിലൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. 25 ടൈംസോളം ഇത് ഇപ്പോൾ വരെ ഉപയോഗിച്ചിട്ട് ഇതിനൊരു പ്രശ്നവും കേടുപാടുകളോ ഒന്നും. പക്ഷേ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു, റഷ്യ ലോഞ്ച് ചെയ്തു. പക്ഷേ അത് കാരണം ഇന്ത്യക്ക് ഇങ്ങനെ വലിയ റോക്കറ്റ്സോ അല്ലെങ്കിൽ ഇങ്ങനെ ലോഞ്ചിങ് സ്റ്റേഷൻസോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളിത് മെയ്ഡ് ചെയ്തു റഷ്യക്കാരന് അയച്ചു കൊടുത്തത്. റഷ്യ അത് ഏറ്റെടുത്തു. അത് റോക്കറ്റിലേക്ക് ടോപ്പ് മണ്ടക്കാണ് സ്ഥലത്ത് നിന്ന് വെച്ചിട്ടേക്ക് തുറന്നു കൊടുത്തു. അപ്പോൾ 3600 നമ്മളെ 3600 കിലോമീറ്റർ മണ്ടക്കാണ് നമ്മൾ ഈ സാറ്റലൈറ്റ്സ് എല്ലാം നിൽക്കുന്നത്. പിന്നെ ജസ്റ്റ് വെറും റോക്കറ്റായിട്ട് മാത്രമായിരുന്നു. നമ്മൾ കോൾ ചെയ്യുക, അത് തിരിച്ച് ആൻസർ ചെയ്യുന്നുണ്ടല്ലോ മാത്രമായിരുന്നു നോക്കിയത്. മാക്സിമം ഒരാഴ്ച വർക്കായിട്ട്. പിന്നെ അടുത്തതാണ് കാർട്ടോസാറ്റ്. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ടെക്ട്രോൺ ഫിലിം എന്ന് പറയുന്ന ഒരു ഫിലിം ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് സൂര്യൻ്റെ ഹാഫ് ഫേസിനെ വലിച്ചെടുത്ത് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് കളയുക ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇല്ലെങ്കിൽ സാറ്റലൈറ്റ്സ് കത്തി തരിഞ്ഞു. കാരണം അതിനുള്ള ചിപ്സ് അല്ല, റേഡിയേഷനോ. പിന്നെ ഇത് വേറെ കാര്യം വെച്ചാൽ ഇത് വെക്കാൻസ് ഇരുന്നുകൊണ്ട് വഴി നമ്മുടെ മാപ്പിൽ ഹെൽപ്പ് ചെയ്തൊരു സാറ്റലൈറ്റ് കൂടിയാണ്. പിന്നെ അടുത്തത് സെയിം ഫോട്ടോസൊക്കെയാണ്. പക്ഷേ വേറെ കാര്യം ഇത് ഉപയോഗിക്കുന്നത് നിരീക്ഷിക്കുക, അഗ്രികൾച്ചർ അല്ലെങ്കിൽ വെള്ളം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാറ്റലൈറ്റ് സോഫ്റ്റ്വെയർ.
ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 7 സ്കൂളിലാണ്. വിദ്യാരാജ. നമ്മളിതിനെ ദൗത്യത്താന്ന് ചോദിച്ചാൽ ഇത് നമുക്ക് വിദൂര വിദ്യാഭ്യാസം അതിന് വ്യാപ്തി കൂട്ടാൻ സാധിക്കും. വിദൂര വിദ്യാഭ്യാസം നമ്മുടെ ഓർബിറ്റുകളാണ്. ഓർബിറ്റുകൾ എന്ന് വെച്ചാൽ 3 തരത്തിലാണ് ഓർബിറ്റുകളുള്ളത്. ഒന്ന് ലോ എർത്ത് ഓർബിറ്റ്, രണ്ടാമത്തെ മീഡിയം എർത്ത് ഓർബിറ്റ്, മൂന്നാമത്തേത് ജിയോ സ്റ്റേഷനറി ഓർബിറ്റ്. അപ്പം ഈ എഡ്യൂസാറ്റ് എന്ന് പറയുന്നത് ജിയോ സ്റ്റേഷനറി ഓർബിറ്റിലാണെങ്കിൽ ഏകദേശം 36,000 കിലോമീറ്ററിലാണ് സ്ഥിതി ചെയ്യുന്നത്. എഡ്യൂസാറ്റ് ഏകദേശം ഒരു മിഷൻ ലൈഫ് എന്ന് വെച്ചാൽ ഒരു 7 വർഷം വരെ ഇത് നിലനിൽക്കും. അടുത്തെന്ന് പറയുന്നത് അത് പിന്നെ ഇത് ഡിസ്ട്രോയ് ആകും, പുതിയത് വീണ്ടും നിക്ഷേപിച്ചുകൊണ്ടിരിക്കും. അടുത്തെന്ന് പറഞ്ഞാൽ ജിസാറ്റ് തന്നെ പല തരത്തിലുള്ള ഏറ്റവും അവസാനത്താണ് G7R ആണ് 2025 നിക്ഷേപിച്ചത്. അത് നിക്ഷേപിച്ചത് GSLV നമ്മുടെ മാർക്ക് 3 റോക്കറ്റിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ടെലി കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ്, നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ റേഡിയോ ട്യൂൺ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ടെലിവിഷൻ ഒരു ചാനലിൽ നിന്ന് മറ്റൊരു ചാനലിലാണ് നമ്മൾ ട്യൂൺ ചെയ്യുന്നത്. അപ്പോൾ ഏത് ചാനലിനാണ് ആ സിഗ്നൽ ലഭിക്കുന്നത് അവർ ഈ പ്രോഗ്രാം ചെയ്യുന്നതാണ് സാറ്റലൈറ്റ് വഴി നമുക്ക് വരുന്നത്. ഇതിന് ഏകദേശം 12 വർഷം ആണ് ഇതിൻ്റെ മിഷൻ ലൈഫ്. ഏറ്റവും ആദ്യം 2001 ഇത് ആദ്യമായിട്ട് നിക്ഷേപിക്കുന്നത്. ഗ്രാമസാറ്റ് 1 എന്നാണ് ആ സാറ്റലൈറ്റിൻ്റെ പേര്. GSLV D1 അത് ആദ്യമായിട്ട് നിക്ഷേപിക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് GSAT-7 ആണ്. ഇപ്പം 27 GSAT-ന്റെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ 20 മാത്രം ഇപ്പോൾ അവൈലബിൾ. ഒരു സാറ്റലൈറ്റ് ഇട്ടാൽ അത് കൂടുതലായും പ്രവർത്തിക്കാറുണ്ട്. നമ്മളിപ്പോൾ ISRO പ്രൊഡക്ഷൻ നടത്തുമ്പോൾ അവരിത്ര ഇയേഴ്സ് വെച്ചാണ് നമ്മൾ എടുക്കുന്നത്. ചില സമയം ഇപ്പം 7 വർഷമാണ്, ചിലപ്പോൾ ഇത് 7 വർഷത്തിന് മുമ്പ് തന്നെ ഇത് നിന്ന് പോകാം, അല്ലെങ്കിൽ അതിന് കൂടുതൽ നിൽക്കാം. നിൽക്കുന്ന ടൈമിൽ നമ്മൾ അടുത്ത സാറ്റലൈറ്റ് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ തന്നെ ഏകദേശം 1000-ഓളം സാറ്റലൈറ്റുകൾ ISRO വിക്ഷേപിച്ച് കഴിഞ്ഞു. ഇന്ത്യൻ നാവിഗേഷൻ സാറ്റലൈറ്റാണ്. നമ്മുടെ US ഇന്ത്യയിലേക്ക് യുദ്ധം നടന്ന സമയത്ത് ഇന്ത്യയിലേക്കുള്ള GPS-ന്റെ കണക്ഷൻ കട്ട് ചെയ്തു. അതേസമയം അത് പാകിസ്ഥാൻ അടിക്കുകയും പാകിസ്ഥാൻ അത് ഉപയോഗിച്ച് നമ്മുടെ ഇന്ത്യയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതിനെ തടയാൻ വേണ്ടിയിട്ട് ഇന്ത്യ തദ്ദേശമായി നിർമ്മിച്ച ഒരു സാറ്റലൈറ്റാണ് ഇത്. ഇന്ത്യയുടെ എല്ലാ റീജിയൻസും കവർ ചെയ്ത് അതുപോലെ തന്നെ സീയും കവർ ചെയ്താണ് ഈ സാറ്റലൈറ്റ് വർക്ക് ചെയ്യുന്നത്. അവരുടെ ഇത് രാജ്യങ്ങളുടെ നീക്കങ്ങൾ ബന്ധിക്കാൻ അതുപോലെ ഇത് സുരക്ഷിത സാറ്റലൈറ്റിനെ കൂടി ഉപയോഗപ്പെടുത്തുന്നതാണ്. GPS എന്നൊക്കെ പറയുന്നത് ഈ ലോകം മുഴുവൻ ഈ സാറ്റലൈറ്റ് ഇന്ത്യക്ക് വേണ്ടി മാത്രമാണ് വർക്ക് ചെയ്തത്. ഇത് ക്യാപ്സ്യൂൾ മനുഷ്യരെ സ്പേസിലേക്ക് വിടാനാണ് ഈ ഒരു രൂപകൽപ്പന ചെയ്യുന്നത്. ഈ ഒരു ഭാഗം കാർബൺ മെറ്റീരിയലും ഈ ഒരു ഭാഗം സിലിക്ക ടൈലുമാണ് ഉപയോഗിക്കുന്നത്. ചൂടിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ മനുഷ്യനെ സ്പേസിലേക്ക് വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറാക്കുന്നത്. ഒരു മോഡലാണ് ആ ഒരു പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്. ഇതിനകത്തൊരു എക്സ്പെരിമെന്റ് വൈസ് 2007 PSLV C7 എന്നുള്ള റോക്കറ്റിൽ വിക്ഷേപിച്ചിട്ടുണ്ട്. പിന്നെ ഇത് മംഗല്യ എന്ന് പറഞ്ഞു 2013 നവംബർ 5 ശ്രീഹരിക്കോട്ട PSLV C45 എന്ന റോക്കറ്റ് വിക്ഷേപിക്കുന്നു. ലോകത്തിലെ 4ാമത്തെ സ്പേസ് സെന്ററാണ് ഒരു മാർസിലേക്ക് ഒരു സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു മിഷന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഇത് വിജയം കാണുകയുണ്ട്. ഇതിന്റെ ഒബ്ജക്റ്റീവ് ഈ ഭൂമിയിലൊക്കെയുള്ള പോലത്തെ കടവുകളും കുഴികളും
ചെയ്യുന്നത്. അതേപോലെ മാസിലുള്ള ഓരോ ഫീച്ചേഴ്സ് കണ്ടുപിടിക്കാനും അതേപോലെ തന്നെ അത് മാസിലുള്ള മീറ്റിംഗ് കണ്ടന്റുകൾ ചെക്ക് ചെയ്യാനുള്ള 5 പേരോട്സാണ് ഈ ഒരു സാറ്റലൈറ്റിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സെൻസേഴ്സ്, ക്യാമറാസ് അങ്ങനെയുള്ളത് 1350 കിലോഗ്രാം ഭാരമുള്ള ഒരു വിക്ഷേപണാഗ്രഹമാണ് ഇത്. ഏകദേശം 450 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. 450 കോടി രൂപയുടെ സ്കൂളിലെയാ ചെട്ടികുളങ്ങര ഏത് ക്ലാസ്സിലാ പേരെന്താ? ഹരിറാം. ഇത് പൂർണ്ണമായിട്ടുള്ള വീഡിയോ ആയിട്ടില്ല. ഇതിനകത്തിൽ എല്ലാ കുട്ടികളും ഒരേപോലെ നന്നായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഒരു കുട്ടി +1 പഠിച്ച് +1 കഴിഞ്ഞൊരു കുട്ടി അവതരിപ്പിച്ചൊരു ഒരു പ്രസൻറ്റേഷൻ നടത്തിയിട്ടുണ്ട്. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല വന്ന പലർക്കും ഇഷ്ടപ്പെട്ടു. അതിൻ്റെ പ്രസൻറ്റേഷൻ ഒരു 10 മിനിറ്റ് ഉണ്ട്. നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രസൻറ്റേഷന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളെല്ലാവരും ഇത് നിങ്ങളുടെ കുട്ടികളെയും കാണിച്ചു കൊടുക്കുക. അവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തൊന്ന് കമൻറ്റ് ഇട്ടേക്കുക. അവരുടെ അഭിപ്രായങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുക. എങ്കിലേ ബാക്കിയുള്ളവർക്ക് അത് കാണണമെന്ന് അല്ലെങ്കിൽ അതുപോലെ മനസ്സിലാക്കണമെന്ന് തോന്നത്തുള്ളൂ. അപ്പം നമുക്ക് ഇതുപോലെ അടുത്ത വീഡിയോ അടുത്ത ശനിയാഴ്ച ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും നമുക്ക് ഈ വീഡിയോ ഇവിടെ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. ശനിയാഴ്ച ബാക്കി ഭാഗം നമുക്ക് കാണാം. അതുവരേക്കും ബൈ.